ഇന്ന് ഞാനിവിടെ നല്ലൊരു പരിപ്പ് കറിയാണ് വെക്കുന്നത്. വളരെ ടേസ്റ്റിയായിട്ട്, വളരെ ഹെൽത്തി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പരിപ്പ് കറിയാണ്. നമ്മൾ നാട്ടിൽ വെക്കുന്ന പോലെയല്ല, ഹിന്ദിക്കാരുടെ രീതിയിൽ തന്നെയാണ് ഇത് വെക്കുന്നത്. ഡാൽ ഫ്രൈ എന്നവർ പറയും. തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 രീതിയിലുള്ള പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ തുവരപ്പരിപ്പെന്ന് പറയുമ്പം അത് പല രീതിയിലുണ്ട്. വലിയതുമുണ്ട്, ചെറിയതുമുണ്ട്. ഞാനിവിടെ ഇതിലെടുത്തിരിക്കുന്നത് വലിയ സൈസിലെയും ചെറിയ സൈസിലെയും. വലിയ സൈസിലെ പരിപ്പ് നമുക്കത്ര ടേസ്റ്റ് കിട്ടത്തില്ല, അതിനൊരു ടേസ്റ്റുമില്ല. പക്ഷേ ചെറിയ സൈസിലെ പരിപ്പ് എപ്പോഴും നല്ലതാണ് അത് കറി വെക്കാൻ. സാമ്പാറിനകത്തിടാനാണെങ്കിലും പരിപ്പ് കറി തന്നെ വെക്കാനാണെങ്കിലും നല്ലതാണ്. പിന്നെ ഇത് പോളിഷ് ചെയ്യാത്ത പരിപ്പ്. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയും പരിപ്പ് കിട്ടും, പോളിഷ് ചെയ്യാതെ തന്നെ. അവർ ചക്കിയിൽ വീട്ടിൽ തന്നെ അത് ചെയ്തെടുക്കുന്നതാണ്. അതിന് ശേഷമുള്ള പരിപ്പാണത്, പോളിഷ് ചെയ്യാത്തത്. അതും നല്ല ടേസ്റ്റാണ് പരിപ്പ് കറി വെക്കാനായിട്ട്. സാമ്പാറിന് ഇടുന്നതിന് അത്രയും ടേസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ പരിപ്പ് കറി വെക്കാൻ വേണ്ടി നല്ലതാണ്. ഇത് ചന ദാൽ, കടലപ്പരിപ്പ്. പക്ഷേ ഇത് നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിക്കത്തില്ല. ഇത് വേറെ പരിപ്പ് വട അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് നമ്മൾ ഈ ചന ദാൽ ഉപയോഗിക്കാറുണ്ട്, കടലപ്പരിപ്പ്. ഇവിടെ ഞാൻ ഈ 3 പരിപ്പും കൂടി, വലിയ പരിപ്പും ഈ ചെറിയ സൈസിലെ പരിപ്പും പിന്നെ പോളിഷ് ചെയ്യാത്ത പരിപ്പും, ഈ 3 പരിപ്പും കൂടി ചേർത്താണ് ഞാനിന്നിവിടെ കറി വെക്കുന്നത്. പരിപ്പെല്ലാം ഞാൻ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം. കുക്കറിൽ വേവിച്ചെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം വെന്ത് പോകാതെ ആണ് സൂക്ഷിക്കേണ്ടത്. ഈ വലിയ പരിപ്പ് പെട്ടെന്ന് വേകും, വലിയ സൈസിലുള്ളത്. പക്ഷേ ചെറിയ സൈസിലുള്ള പരിപ്പ് കുറച്ചുകൂടി സമയമെടുക്കും. പക്ഷേ ഒന്നിച്ചിട്ട് വേവിക്കുമ്പം നമുക്കതിൻ്റേതായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിവിടെ പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഉപ്പും ചേർത്തു, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അത് വേകുവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. അധികം വെള്ളം കൂടി പോകല്ലേ, കാരണം വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പരിപ്പ് കറിക്ക് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെയൊക്കെ സവാള ഉള്ളി അരിഞ്ഞ് ചേർക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്, അല്ലെങ്കിൽ തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിത് വെന്തതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇതുപോലെ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളത്തിൽ കലങ്ങിപ്പോകാതെ തന്നെ നമ്മളിത് പ്രത്യേകം വിസിലടിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വിസിലിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വിസിലിൻ്റെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ലവണ്ണം വെന്ത് കിട്ടി. അതിന് ശേഷം നമുക്കിനി ഇത് പാനടുപ്പയിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ജീരകം കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കുക. ജീരകം ചേർത്ത് കൊടുക്കണം, ജീരകം നല്ലതാണ് പരിപ്പ് കറിക്ക്. ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലവണ്ണം വഴന്ന് കിട്ടുമ്പം നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് നമ്മൾ ആദ്യം ചേർത്തില്ലേ, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ആദ്യം 2 പച്ചമുളക് ചേർത്ത് കൊടുത്തായിരുന്നു. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാനിവിടെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നടുവേ കീറി ഒന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുത്തു. ഞങ്ങളിവിടെ ടമാറ്റർ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലും അങ്ങനെയൊക്കെ ടൊമാറ്റോ എന്ന് പറയും. പക്ഷേ ഇവിടുത്തെ ഹിന്ദിക്കാർ ടമാറ്റർ എന്ന് പറയും. തക്കാളി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പരിപ്പിന് ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്നത് കായപ്പൊടിയാണ്. കായം ചേർത്ത് കൊടുക്കുമ്പം പരിപ്പിന് അത്രയും കൂടി ടേസ്റ്റ് കൂടും. കായം തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത്രയും ടേസ്റ്റ് വരില്ല. കായം ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് സോഫ്റ്റ് ആകുന്നവരെ, അത് വെന്ത് കിട്ടുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം വിലയേറിയതാണ്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമ്പോൾ തെറ്റുകൾ എവിടെയുണ്ടെന്ന് അത് തിരുത്തുവാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പരിപ്പ് ചേർത്തിട്ട്
അധികം വെന്ത് പോകാനോ അധികം തിളപ്പിക്കാനോ പാടില്ല. ഓൾറെഡി ഇത് നമ്മൾ വേവിച്ച പരിപ്പാണ്, തിളച്ച പരിപ്പാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇനി നമുക്കിത് വാങ്ങി വെക്കണം. പിന്നെ നിങ്ങൾക്ക് ആദ്യം ചേർത്ത ഉപ്പ് മതിയായില്ലെങ്കിൽ ഒന്നുകൂടി നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. ഇനി ഇതിലേക്ക് ഞാനല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും മല്ലിയില കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും മല്ലിയില ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ഓക്കെ.